السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. O you who have believed, fear Allah, and let every soul look to what it has put forth for tomorrow. And fear Allah, indeed Allah is aware of what you do. And be not like those who forgot Allah, so He made them forget themselves. Those are the defiantly disobedient. Not equal are the companions of Jannah and the companions of hellfire. The companions of Jannah, they are the attainers of success. Alhamdulillah, wassalatu wassalamu ala rasulihil amin wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatan min lisani yafqahu qawli. Alhamdulillah, thumma alhamdulillah, I'm really happy to be here. ഞാനിപ്പോൾ ഇവിടെ യൂസഫൽ സക്കർ ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കുറേ ഓർമ്മകൾ ഓടിപ്പോകുന്നുണ്ട്. കമ്പാനിയൻസ് ഓഫ് ജന്ന, അതിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിലുള്ള എത്ര ആളുകളുണ്ട് ഇവിടെ? റേസ് യു ഹാൻഡ്. അത് തുടങ്ങുന്ന കാലം കോളേജ് സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണെന്നുള്ള എൻ്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്, കോളേജ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ മധുരമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ കോളേജിൻ്റെ വരാന്തകളിലൂടെ ഓടി നടന്ന് ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ കണ്ടക്റ്റ് ചെയ്യുമ്പോൾ അതിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തായിട്ട് ഞാനത് കണക്കാക്കുന്നു. പക്ഷേ ഫറൂഖ് കോളേജ് എനിക്ക് എന്ത് നൽകി എന്നുള്ള കുറേ ചോദ്യത്തിൽ അവസാനമായിട്ട് ഏറ്റവും പുതിയൊരു അഡീഷൻ ഉണ്ട്. അത് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ഫറൂഖ് കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിനിയെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണണം. കമ്പാനിയൻഷിപ്പ് ഈസ് ആക്ച്വലി സംതിങ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. കമ്പാനിയൻസ് ഓഫ് ജന്ന ശരിക്കും തുടങ്ങാനുള്ള കാരണം ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലിൻ്റെ വേദന എന്ന് പറയുന്നത് ഭയങ്കര ഭയാനകരമാണ്. ഇത് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സാധനമാണ്. കോളേജ് പഠിക്കുന്ന സമയത്ത് ദീനിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് എക്സ്ട്രീംലി ഹാർഡ്. 5 നേരം പള്ളിയിലേക്ക് സ്വന്തം സുഹൃത്തുക്കളെ സഹപാഠികളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പേരുകൾ വിളിക്കാൻ തുടങ്ങും. മൗലവിയാണോ, എക്സ്ട്രീമിസ്റ്റാണോ, ഫെനാറ്റിക് ആണോ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ വിളിക്കാൻ തുടങ്ങി. കമ്പാനിയൻസ് ഓഫ് ജന്നയുടെ തോട്ട് ശരിക്കും മനസ്സിൽ വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഐ വെൻറ്റ് ഫോർ എ സ്റ്റുഡൻറ്റ് ക്യാമ്പ്. സ്റ്റുഡൻറ്റ് ക്യാമ്പിൽ പോയി. വളരെ സെക്യുലറായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റാണ്. എൻവയോൺമെൻറ്റിൽ 99% മുസ്ലിംസാണ്. നമ്മുടെ ക്യാമ്പ് പ്രവർത്തനങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എല്ലാവരും വലിയൊരു ക്രിസ്മസ് പാർട്ടി കണ്ടക്ട് ചെയ്യാണ്. ക്രിസ്മസ് പാർട്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു, ദിസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് വി ക്യാൻ ഡു ഇൻ ഇസ്ലാം. 10 ദിവസത്തെ ക്യാമ്പിൽ 9 ദിവസം എല്ലാവരുടെയും കൂടെ കംപ്ലീറ്റ് മിങ്കിളായി. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അതിലുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുകയാണ്. അന്ന് രാത്രി ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്.
ആ ക്രിസ്മസ് പാർട്ടി ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ ദൂരത്തുനിന്ന് ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. ഡോർമെറ്ററി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ആ പാർട്ടി ഇങ്ങനെ കാണുകയാണ്. ഭയങ്കര മ്യൂസിക് കേൾക്കുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. ചുവന്ന ഹിജാബ് ഇട്ടിട്ട് വെള്ള സ്കേർട്ട്സ് ഇട്ടിട്ട് കുറേ പെൺകുട്ടികളുണ്ട് അവിടെ. ചുവന്ന ഷർട്ട് ഇട്ടിട്ട് വൈറ്റ് പാൻസ് ഇട്ടിട്ട് കുറേ ആൺകുട്ടികളുണ്ട് അവിടെ. ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാണ്. കരോളിന് വേണ്ടിയിട്ട് മുസ്ലിം വീടുകളിലേക്ക് പോവുകയാണ്. അതാണ് ഇറ്റ് വാസ് എൻ ഐറണി. ഞാനിവിടെ സംസാരിക്കാൻ നോക്കുമ്പോഴൊക്കെ ഐ വാസ് ഫേസ്ഡ് വിത്ത് ഇൻസൾട്ട്സ്, ഡിസ്ക്രിമിനേഷൻ, മാർജിനലൈസേഷൻ, സെഗ്രിഗേഷൻ, ബാക്ക്ലാഷ്. എന്നെ മാറി നിൽക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഒറ്റപ്പെടലുണ്ട്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഡീപ്. ഞാൻ ഡോർമെറ്ററിയിലേക്ക് തിരിച്ചുപോയി. അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. പക്ഷെ അതിന് ശേഷം ദി കൈൻഡ് ഓഫ് ഫീലിംഗ് ദാറ്റ് ഐ ഗോട്ട് വാസ് എക്സ്ട്രീംലി ഡീപ്. അള്ളാഹു കൂടെയുണ്ട്, ഇന്നല്ലാഹ മഅന എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ആ മഅന എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് കമ്പാനിയൻഷിപ്പ് എന്നുള്ളൊരു സംഭവം, ദി കോൺസെപ്റ്റ് കെയിം ഫോർത്ത് ആൻഡ് അൽഹംദുലില്ലാഹ് ദി കമ്പാനിയൻഷിപ്പ് ഹാസ് ഗ്രോൺ. അന്ന് ഇങ്ങനെ ഒരു തോട്ട് വന്നു. ഞാൻ 2-3 ആളുകളെ വിളിച്ചു. നമ്മളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ടാസ്കുകൾ ചെയ്യാൻ തുടങ്ങി. തഹജ്ജുദിന് എണീക്കുക, 5 വഖ്ത് നമസ്കാരത്തിന് പോവുക, ഇങ്ങനെ ടിക്ക് മാർക്ക് ഇടൽ. അതിങ്ങനെ വലുതായി. IPD കോഴ്സ് തുടങ്ങി. ഇവിടെ IPD കോഴ്സിൽ ഏറ്റവും ആദ്യത്തെ IPD കോഴ്സിൽ ഭാഗമായിട്ടുണ്ടായിരുന്ന എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. ഓക്കെ, ഐ എം സീയിങ് എ ഫ്യൂ ഹാൻഡ്സ്. ഓൾ റൈറ്റ്, സുബ്ഹാനല്ലാഹ്. അവിടുന്ന് തുടങ്ങിയതാണ്. ആൻഡ് നൗ വി ആർ ഹാവിങ് ദി സെക്കൻഡ് കോൺഫറൻസ് ഓഫ് COJ. കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് ലോൺലിനെസ്സിനെ വേണ്ടി മറികടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് ദെൻ ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് ലോൺലിനെസ്. ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് ദൂരീകരിക്കാൻ പറ്റാത്തൊരു ലോൺലിനെസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് എ സീക്കിംഗ് ഫോർ എ സ്പൗസ്. നമ്മുടെ ഒരു ഇണയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു തെരച്ചിൽ ഒരു പ്രായമാകുമ്പോൾ വരും. അത് വന്നിട്ടില്ലെങ്കിലാണ് ശരിക്കും നമ്മൾ അബ്നോർമൽ എന്ന് പറയും. ആൻഡ് വെൻ വി ഹാവ് ദാറ്റ് ഫീലിംഗ് ഇൻ അവർ ഹാർട്ട്സ്, ദ സീക്കിംഗ് സ്റ്റാർട്ട്സ്. പ്രത്യേകിച്ച് കോളേജിലുള്ള പ്രായമൊക്കെ എത്തുമ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ദിസ് ഈസ് ഓൾവേസ് ഗോയിങ് ടു ബി അറ്റ് ദ ബാക്ക് ഓഫ് അവർ മൈൻഡ്സ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, ജസ്റ്റ് ടു ഗെറ്റ് ദ പൾസ് ഓഫ് ദി ഓഡിയൻസ്. ഹൗ മെനി ഓഫ് യു ആർ ഓൾറെഡി മാരീഡ്? ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ റേസ് യു ഹാൻഡ്. ഓൾ റൈറ്റ്. കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യാത്ത എത്ര ആളുകളുണ്ട്? റേസ് യു ഹാൻഡ്. വൈ ആർ യു ഗേ എന്നുള്ളതൊരു നൈജീരിയൻ റിപ്പോർട്ടർ പണ്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. റൈറ്റ്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദി ഓൺലി റീസൺ. Right? There can be a lot of other reasons for delaying marriage. And one among them can be fear of marriage. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കും? ഞാനൊരു ജയിലിലാകുമോ? എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വാട്ട് ആം ഐ ഗോയിങ് ടു ഡു? ശരിക്കും നമ്മുടെ സമൂഹത്തിൽ മാരേജിനെ പറ്റിയുള്ള അധിക തോട്ട്സും നെറേറ്റീവ്സും ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് പ്രോപ്പഗാൻഡ. ഇറ്റ്സ് ക്ലിയർലി ഫെമിനിസ്റ്റ് പ്രോപ്പഗാൻഡ. പക്ഷെ അതിലെവിടെയോ ഒരു അംശം സത്യമുണ്ട്. So with regards to marriage, first we need to change our perspectives. നമ്മുടെ ചിന്ത, അതിലേക്ക് നമ്മൾ നോക്കുന്ന ആ ഒരു നോട്ടം, അത് നമ്മൾ ആദ്യം മാറ്റേണ്ടതുണ്ട്. We need to have the right perspective for marriage. ഞാൻ നേരത്തെ ചോദിച്ചത് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, how many of you wish to get married? Raise your hand. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും ചില കുറച്ച് ആളുകൾ കൈവന്നിക്കുന്നത്. ബട്ട് ദ തിങ് ഈസ് യു നീഡ് ടു ഹാവ് ദാറ്റ് വിഷ് ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോൾ കറക്റ്റ് നവംബർ 14 കല്യാണം കഴിഞ്ഞത്. കറക്റ്റ് എത്ര മാസമായി? 7 മാസമായി. ഈ ആണുങ്ങൾക്ക് ഡേറ്റുകൾ ഭയങ്കര കുറച്ച് ഓർമ്മകളുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ കറക്റ്റ് 7 മാസമായി അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ജൂൺ 14, നവംബർ 14 നമ്മുടെ കല്യാണം നടന്നത് അൽഹംദുലില്ലാഹ്. ആൻഡ് ഇറ്റ് വാസ് സുബ്ഹാനല്ലാഹ്. ഞാൻ കുറേ സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. സീക്കിംഗ് സ്പൗസ്, ആ ഒരു സ്റ്റേജ് ഉണ്ട്. ആ ഒരു സ്റ്റേജിൽ എത്ര ആളുകളുണ്ട് ഇവിടെ? റേസ് യുവർ ഹാൻഡ്. സീക്കിംഗ് സ്പൗസ്. ധൈര്യത്തിൽ കൈവന്തിച്ചോളൂ, നിങ്ങൾ ഇതിനെ നാണിക്കണത്. Alright, I'm seeing a few hands here and there. So you're seeking a spouse. അത് മുതൽ കല്യാണം വരെയുള്ള ഒരു entire process. What we're going to do today, inshallah, is we are going to build our own halal love stories. ആ halal love story build ചെയ്യാനുള്ള സെഷൻസ് ആണ് inshallah ഇന്ന് നമ്മളിവിടെ നടക്കുന്നത്. And we are going to get a lot of insights. But let me start by saying my halal love story. And with that, inshallah, we'll conclude. Because we are waiting for a very important session, inshallah. ഈ ലവ് സ്റ്റോറി എല്ലാവരുടെ ജീവിതത്തിലും
അതുണ്ടാവും. പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിക്കുമ്പോൾ തന്നെ ഐ ഹാവ് സീൻ ലവ് സ്റ്റോറീസ്. പക്ഷെ അവരുടെ ലവ് സ്റ്റോറി എന്നുള്ളത് മുഴുവനായിട്ട് ഹലാൽ ലവ് സ്റ്റോറികളായിരിക്കും. ഇറ്റ് ഡസൻ സ്റ്റാർട്ട് വിത്ത് DMs, ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിസ്വല്ലാത്ത വേറെ കുറേ ആപ്ലിക്കേഷനിൽ അവരിങ്ങനെ രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് അതിനുവേണ്ടി കാത്തു നിൽക്കും. ഡേറ്റിംഗ്, ഹുക്കപ്പ് കൾച്ചർ, ദാറ്റ് ഈസ് നോട്ട് ദ കൈൻഡ് ഓഫ് ലവ് സ്റ്റോറി ദാറ്റ് ദേ ഹാഡ്. അവരുടെയൊക്കെ ലവ് സ്റ്റോറീസിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ദുആ ആയിരുന്നു. അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുമായിരുന്നവർ, നിരന്തരം praying for a righteous spouse. How many of you have prayed for a righteous spouse? Raise your hand. Righteous spouse, അത് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ശരിക്കും ഞാൻ എൻ്റെ കല്യാണം എന്നുള്ളത് I was already focused on studies. ഞാൻ മദീനയിലായിരുന്നു അൽഹംദുലില്ലാ. അന്ന് അത്യാവശ്യം പഠിക്കാനുണ്ട്. വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പഠന രീതിയാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. മദീന യൂണിവേഴ്സിറ്റിയുടെ തൊട്ട സൈഡിലുള്ള അൽ മഹ്ദറയിലാണ് ഞാൻ പഠിച്ചത്. 24/7 സ്റ്റഡിയാണ്. സ്ലീപ്പിംഗ് ടൈം തന്നെ മുഹദ്ദദാണ്, ഭയങ്കര മുനവ്വമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കല്യാണത്തിനെ പറ്റി അത്ര കൂടുതൽ ആലോചിക്കാനുള്ള ഒരു ഫ്രീ സ്പേസ് ഇല്ലാത്ത സമയത്താണ്. ഫോർ മീ ദർ വാസ് എ ലോട്ട് ഓഫ് കോംപ്ലിക്കേഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. കാരണം ഞാൻ എൻ്റെ സൈക്കോളജി പഠനം കഴിഞ്ഞു, പ്രൊഫഷണലി നല്ല ഗ്രോത്തിൽ നിൽക്കുന്ന സമയത്താണ് അതൊക്കെ നിർത്തി തൊലബുൽ ഇൽമിൽ പോയത്. സോ മോണിറ്ററി ഫൈനാൻസസ് വാസ് എ ഹ്യൂജ് പ്രോബ്ലം. കല്യാണം കഴിക്കാൻ എന്താണ് ഫൈനാൻസ് വേണ്ടേ? വി ഡെഫിനറ്റ്ലി ഡു റിക്വയർ ഇറ്റ്. അതില്ലാത്തതുകൊണ്ടാണ് കുറേ രീതിയിൽ കല്യാണം ഇങ്ങനെ മുടങ്ങിപ്പോകുന്നത്. ആൻഡ് ഫോർ മീ ഫൈനാൻസസ് വാസ് എ ഹ്യൂജ് പ്രോബ്ലം. കാരണം അന്ന് ചെയ്തിരുന്നത് തൊലബുൽ ഇൽമ് മാത്രമായിരുന്നു. ഐ ഡി നോട്ട് ഹാവ് മച്ച് സോഴ്സ് ഓഫ് ഫൈനാൻസ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ മാരേജ് വാസ് സംതിങ് ദാറ്റ് വാസ് എക്സ്ട്രീംലി ഹാർഡ്. പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ it would have been very hard. وَمَن يَتَّقِ اللَّهَ يَجْعَلْ لَهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. If you have taqwa in Allah subhanahu wa ta'ala, if you have tawakkul in Allah subhanahu wa ta'ala, Allah will provide for you from places you never ever will comprehend and you will never ever imagine. And alhamdulillah കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോകാനുള്ള ഒരു ചാൻസ് കിട്ടുകയാണ്. ഹജ്ജിന് പോയി അറഫയിൽ നിൽക്കുകയാണ്. അറഫയിൽ നിൽക്കുമ്പോൾ ഞാൻ കുറേ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതിൽ വളരെ റാൻഡമായിട്ട് നമ്മളിങ്ങനെ അറഫയിൽ നിന്ന് ദുആ ചെയ്യുമ്പോൾ മനസ്സിൽ ഭയങ്കര കൺവിക്ഷൻ വരും. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇറ്റ്. തളർന്നാലും നമുക്കെന്താണ് ചോദിക്കാൻ നിർത്താൻ തോന്നൂല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അങ്ങനെ അറഫയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മനസ്സിൽ അറിയാതെ തോന്നിപ്പോയി ഇത് ചോദിച്ചാലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ദുആ അള്ളാഹുവിനോട് ചോദിച്ചു. അള്ളാഹുവേ 2025 ആകുന്നതിന് മുന്നേ ഗെറ്റ് മീ മാരീഡ്. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് എ സ്ട്രേഞ്ച് ദുആ. സാധാരണ നമ്മൾ അള്ളാഹുവിനോട് എന്താ ചോദിക്കൽ? അള്ളാഹുവേ എനിക്ക് നല്ല ഒരു ഇണയെ തരണേ, അള്ളാഹു എനിക്ക് നല്ല ജോലി കിട്ടിയതിനു ശേഷം നല്ലൊരു കല്യാണം ഉണ്ടാകണേ, അങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഐ മെയ്ഡ് ഇറ്റ് വെരി സ്പെസിഫിക്. പക്ഷെ എന്നാലും മനസ്സിൽ എവിടെയോ കൺവിക്ഷൻ ഉണ്ടെങ്കിലും ദർ വർ ഡൗട്ട്സ്. പിന്നെ അതിനുശേഷം നടന്നിട്ടുള്ളത് ഐ ഹാവ് നോ എക്സ്പ്ലനേഷൻസ് ഫോർ വാട്ട് ഹാപ്പൻസ്. സുബ്ഹാനല്ലാഹ്. ഞാനങ്ങനെ മദീനയിൽ പഠനം കഴിഞ്ഞു, ഈജിപ്തിലേക്ക് ഒന്നും കൂടി പോവുകയാണ്. ഈജിപ്തിൽ ഐ വാസ് ഡൂയിങ് എൻ അഡ്വാൻസ് കോഴ്സ്, അറബിക് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതിൽ അൽഹംദുലില്ലാ ഐ വാസ് ബേസിക്കലി സ്റ്റഡിങ് ദെയർ. അപ്പോൾ നാട്ടിൽ നിന്നൊരു കോൾ വരികയാണ്. ഞാൻ സംഘടനയുടെ പേര് പറയുന്നില്ല. നാട്ടിൽ നിന്ന് കോൾ വന്നു, ഒരു പ്രോഗ്രാമിന് വരണമെന്ന് പറയാണ്. ഞാൻ പറഞ്ഞു വരാൻ കഴിയില്ല, പഠനമാണ്, എക്സാംസ് ആണ്. സാധാരണ ഓർഗനൈസേഷൻസ് വിളിച്ചു കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദേ ഡോണ്ട് യൂഷ്വലി കോൾ. പിന്നെയും രണ്ടാമത് വിളിക്കാൻ തുടങ്ങി, പിന്നെയും മൂന്നാമത് വിളിക്കാൻ തുടങ്ങി. റിജക്റ്റ് ചെയ്തിട്ടൊന്നും റിജക്റ്റായി പോകണില്ല. എനിക്ക് മനസ്സിലാവണില്ല. വാട്ട് ഷുഡ് ഐ ടെൽ ദം? എന്നിട്ട് എൻ്റെ ഫാമിലി റിലേറ്റീവിനെ വിളിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് ഐ വാസ് പ്ലാനിങ് ടു കം ഫോർ ദ പ്രോഗ്രാം ആൻഡ് ഗോ ബാക്ക് ദ വെരി നെക്സ്റ്റ് ഡേ. പക്ഷേ എന്തോ കാരണങ്ങളാൽ അതിങ്ങനെ നീണ്ടു പോവാണ്. അതിന് മുന്നേ ഞാൻ അവിടെ ഈജിപ്തിലുള്ള സമയത്ത് തന്നെ അവിടെ ജാമിഅത്തുൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ ഖാനൽ ഖലീലി എന്ന് പറയുന്നൊരു ചെറിയൊരു ചന്തയുണ്ട്, ഒരു മാർക്കറ്റുണ്ട്. മാർക്കറ്റിൽ പോയിട്ട് ഞാൻ നാട്ടിലേക്കുള്ള സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാണ്. വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. സോ ഐ എം ജസ്റ്റ് പർച്ചേസിങ് എ ഫ്യൂ തിങ്സ് ഹിയർ ആൻഡ് ദെയർ. അപ്പോൾ വെഡ്ഡിങ് ഗിഫ്റ്റ് പോലെ റിബൺ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മുസല്ലയുണ്ട്. ഞാനത് കണ്ടു, പക്ഷെ അത് വാങ്ങിയില്ല. പക്ഷെ അതിൻ്റെ ആ ചന്തയിലുള്ള ആൾ, ആ മാർക്കറ്റിലുള്ള ആൾ, ഹി ബേസിക്കലി സെഡ് യു നീഡ് ടു ബൈ ദിസ്. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല, യു വിൽ നീഡ് ദിസ് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ തരാണ്. ഞാൻ പൈസ എടുത്തു, ഞാൻ വാങ്ങി നാട്ടിലേക്ക് വരാണ്. നാട്ടിലേക്ക് വന്നിട്ടും ദ തിങ് ഈസ് proposals had started coming in even before that, but I was not seriously considering them. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വളരെ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു, വിച്ച് ഈസ് എ റോങ് തിങ്. ഞാൻ മനസ്സിലാകേണ്ടിരുന്നത് ഹാഫിളത്തായിട്ടുള്ള, ഫഖീഹത്തായിട്ടുള്ള, മുഅല്ലിമത്തായിട്ടുള്ള, അതുപോലെ തന്നെ ഫസീഹത്തുൻ ബിൽ ലുഗത്തിൽ അറബിയ, അതുപോലെ തന്നെ ഹദീസുകൾ കുറേ ഹിഫ്ളുള്ള, സനദുകളുള്ള, ഇജാസകളുള്ള, ഫിഖഹിൽ ഭയങ്കര ഡെപ്തുള്ള,
അർബഉൽ മദാഹിബിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദലീൽ വെച്ച് പറയാൻ പറ്റുന്ന, തജ്വീസിൽ മഖാരിജുൽ ഹുറൂഫ് ഒരിക്കലും തെറ്റിക്കാൻ പറ്റാത്ത, ഇംഗ്ലീഷ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഇങ്ങനെ വലിയൊരു ലിസ്റ്റായിരുന്നു. ഷേഖിൻ്റെ കൂടെ ഇരുന്നു, ഞാൻ അവിടെ പഠിച്ചിട്ടുള്ള ഷേഖ് അഹമ്മദിൻ്റെ കൂടെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ലിസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് എന്നോട് ആദ്യം ചോദിച്ചു, ഈ സെക്രട്ടറിനെയാണോ കാണുന്നത് അല്ലെങ്കിൽ ഭാര്യനെയാണോ കാണുന്നത് എന്നുള്ള ചോദ്യം വന്നു. അതിൽ ഞാൻ കുറേ ആലോചിച്ചു. വിൽ ഡിസ്കസ് ദാറ്റ് ഇൻഷാ അല്ലാഹ്. പാനൽ ഡിസ്കഷൻ നമുക്ക് കൂടുതൽ സംസാരിക്കാം. ഞാൻ വളരെ ബ്രീഫായിട്ട് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മൈ എക്സ്പെക്ടേഷൻസ് കംപ്ലീറ്റ്ലി ഷിഫ്റ്റഡ്. ആ ഷിഫ്റ്റും ഞാൻ വാട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ എ റെസ്പോൺസ് ടു ദ ദുആ. കാരണം ഐ എം ഗെറ്റിംഗ് പ്രപ്പോസൽസ് ഫ്രം അൽഹംദുലില്ലാഹ് ഗുഡ് എമൗണ്ട് ഓഫ് ഇയേഴ്സ്. ഫുൾ റിജക്റ്റ് ആയതിൻ്റെ കാരണമാണ് അള്ളാഹു ഈ ഞാൻ ദുആ ചെയ്തതിനു ശേഷം അള്ളാഹ് ചേഞ്ചസ് മൈ മൈൻഡ്. നാട്ടിലേക്ക് വരികയാണ്. ഞാൻ ജീവിതത്തിലേക്ക് കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് ഒരു പ്രപ്പോസൽ വരികയാണ് അൽഹംദുലില്ലാഹ് ത്രൂ എ ഫ്രണ്ട്. ഞാൻ അത്ര കൂടുതൽ കൺസിഡർ ചെയ്തിട്ടില്ല. ബട്ട് ദെൻ സംതിങ് കെറ്റ് പുള്ളിങ് മീ ടുവേർഡ്സ് ഇറ്റ്. സാധാരണ മാരേജിൽ കുറേ സ്റ്റെപ്സ് ഉണ്ടാവും, കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ബട്ട് ഹിയർ എവറിത്തിങ് സീം ടു ബി മൂവിങ് വെരി സ്മൂത്ത്. വിചാരിക്കുന്നതിനേക്കാൾ കൂടെ ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ഇറ്റ് വാസ് അസ്റ്റോണിഷിങ് ഫോർ മീ. പക്ഷേ അതിൽ ഞാൻ ശരിക്കും കല്യാണം കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് വി ഹാവ് ടു ഗോ ആൻഡ് സീ ദി സിസ്റ്റർ, റൈറ്റ്? ഐ മീൻ യുവർ ഫ്യൂച്ചർ വൈഫ്. നമ്മൾ പോയി കാണണമല്ലോ. കാണുമ്പോൾ ഐ ഡി നോട്ട് ഹാവ് ടൈം. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് കുറച്ചും കൂടി ഡിലേ ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് ഓർഗനൈസേഴ്സ് പറയണം. ദർ ഈസ് നോ എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. എന്നിട്ട് അതിനുശേഷം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഏത് കൊല്ലത്തിന് മുന്നേ കല്യാണം കഴിക്കണം എന്നുള്ളതാണ്. 2025 ഞാൻ പെണ്ണ് കണ്ടു, തിരിച്ചു പോയി. ഇനി നാട്ടിലേക്ക് വരാൻ 2025 അതിലെ പ്ലാനുള്ളൂ. ബട്ട് ദെൻ ഐ ഹാവ് ടു കം ബാക്ക് അഗൈൻ അൽഹംദുലില്ലാഹ്. ആൻഡ് ഐ ഗോട്ട് മാരീഡ് 6 weeks into 2025. 6 ആഴ്ചകളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി 2025. ഞാൻ പറഞ്ഞു വെക്കുന്നതാണ്, ഈവൺ ഇഫ് മാരേജ് സീംസ് ലൈക്ക് എൻ ഇമ്പോസിബിൾ തിങ്, ആസ്ക് അല്ലാഹ് സുബ്ഹാനഹു വ തആല. ആൻഡ് ദർ ഈസ് നത്തിങ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മാരേജ്. To have someone who supports you, to have someone who cares for you, to have someone who is going to be constantly there to motivate you, to care for you. Subhanallah. And that is one of the most beautiful experiences of life. But if you want to get that, ഒരു ഹലാവത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സക്കീനത്ത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു മാരേജിനെ പറ്റി പറയുമ്പോൾ സക്കീനത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. If you want to get that sakina, that beauty, that peace and salvation. മലയാളത്തിൽ സന്തോഷത്തിന് കുറേ വാക്കുകളുണ്ട്. ആനന്ദം, പരമാനന്ദം, സായുജ്യം, നിർവൃതി, സന്തോഷം, സമാധാനം, കുറേ വാക്കുകളുണ്ട്. ബട്ട് ദി കൈൻഡ് ഓഫ് ഹാപ്പിനെസ് യു വിൽ ഗെറ്റ് ത്രൂ മാരേജ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ബിയോണ്ട്. ആനന്ദ, പരമാനന്ദ, സായുജ്യ, നിർവൃതിയുടെ അങ്ങേ അറ്റമുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെവൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. To be able to pray tahajjud together, to be able to do talab al-ilm together, to grow closer to Allah subhanahu wa ta'ala together. But if you want to reach there and get that happiness, you need to build a halal love story, inshallah. Haram love story aanengil you're never going to get any of this. Allahu barakat eduthukalai. So we need to have a halal love story. Inshallah innulla sessions mottham it is oriented towards that particular direction. ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, how many of you wish to have a halal love story in your life? Raise your hand. Already kalyanam കഴിച്ച ആളുകൾ ഇനി മതിക്കരുത് കേട്ടോ. All inshallah. May Allah subhanahu wa ta'ala bless you all with a beautiful halal love story. May Allah subhanahu wa ta'ala bring us companions, true companions of Jannah. May Allah subhanahu wa ta'ala gather us in Jannatul Firdaus al-A'la, just like He gathered us here in this beautiful, beautiful conference. Barakallahu feekum wa hayyakum Allah. Jazakum Allahu khairan. Assalamu alaikum wa rahmatullahi wa barakatuh.